السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي يعلم ما فوق السماء وما تحت الثرى ولا يغيب عن علمه دبيب النمل في الليل إذا سرى. سبحت له السماوات السبع وأملاكها وسبحت له النجوم وأفلاكها وسبحت له الأرض وسكانها وسبحت له البحار وحيتانها وسبحت له الأنهار وأسماكها وإن من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلاما دائمين متلازمين إلى يوم الدين، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله، قد بلغت الرسالة وأديت الأمانة ونصحت الأمة، فجزاك الله عنا خير ما جزى به نبيا عن أمته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സമാദരണീയരായ ഷാർജ ഇന്ത്യൻ ഇസ്ലാമിക് ദഅവ സെന്ററിന്റെ പ്രസിഡന്റ് സുലൈമാൻ ഹജ്ജി അവർകളെ, ഷാർജ സ്റ്റേറ്റ് SKSFന്റെ ട്രഷറർ അഷ്റഫ് സാഹിബ് അവർകളെ, തൃശൂർ ജില്ലാ SKSFന്റെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് സാഹിബ് അവർകളെ, ഷാർജ ഹാദിയ ചാപ്റ്ററിന്റെ സെക്രട്ടറി എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ജംഷാദ് ഹുദവി, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് യൂസുഫ് ഹുദവി, മലപ്പുറം ജില്ലാ SKSFന്റെ പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് മലപ്പുറം ജില്ലാ SKSFന്റെ പ്രസിഡന്റ് ആബിദ് യമാനി, ബഹുമാന്യനായ മുഹമ്മദ് ഫൈദി, ബഹുമാന്യരായ മറ്റു ഉസ്താദുമാർ, സദസ്സിൽ സന്നിഹിതരായ എൻ്റെ ജ്യേഷ്ഠ അനുജ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയ പോലെ നാളെ നമ്മുടെ മാതാപിതാക്കളോടുകൂടെ, ഭാര്യ സന്താനങ്ങളോടുകൂടെ, സഹോദര സഹോദരിമാരോടുകൂടെ, മുഅ്മിനീങ്ങൾ ഒന്നിച്ച് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിലും അല്ലാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ സംരംഭത്തിന് വേണ്ടി, ഈ സൽക്കർമ്മത്തിന് വേണ്ടി സഹകരിക്കുകയും അധ്വാനിക്കുകയും കർമ്മവേദികൾ തെളിയിക്കുകയും ചെയ്ത എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ആമീൻ. സഹോദരന്മാരെ, 8:55
1 മണിക്കൂർ 10 മണിക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഇത് ഇന്ന് നാം വിശകലനം ചെയ്യാൻ പോകുന്ന വിഷയം അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള രാപ്രയാണവും മിഅ്റാജ് എന്ന് നാം വിളിക്കുന്ന അതിനുശേഷമുള്ള വാനാരോഹണവുമാണ് നാം വിശകലനം ചെയ്യാൻ പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഉത്ബുദ്ധരായ പ്രത്യേകിച്ച് ഒരുപാട് പണ്ഡിതന്മാർ അണിനിരന്ന ഈ സദസ്സിൽ പരത്തി ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് ഒരു ചരിത്ര പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം വിഷയത്തിൽ സൂചിപ്പിച്ച പോലെ ഇസ്റാ മിഅ്റാജ് യാഥാർത്ഥ്യമായിരുന്നോ അഥവാ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി അവര് പരിശുദ്ധ ശരീരത്തോടു കൂടി പരിശുദ്ധ ആത്മാവോടു കൂടി യാത്ര ചെയ്ത യഥാർത്ഥ ഒരു യാത്രയായിരുന്നോ അതോ കേവലം സ്വപ്നമായിരുന്നോ എന്നതിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ചർച്ച. ആദ്യമായി ഇസ്റാ എന്താണ് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ, അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന പോലെ, പ്രമുഖന്മാരായ മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്ന പോലെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അല്ലാഹുവിൻ്റെ റസൂലിനെ എടുത്തു കൊണ്ടുപോകുകയാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജിബ്രീൽ എന്നെ കൊണ്ടുപോയി എന്റെ നെഞ്ച് പിളർത്തു, എന്റെ ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്ത് അത് ശുദ്ധിയാക്കി വീണ്ടും അകത്തേക്ക് വെച്ചു. പിന്നെ ബുറാഖ് എന്ന് പറയപ്പെടുന്ന ഒരു വാഹനം കൊണ്ടുവന്നു. അതിന്മേൽ എന്നെ കയറ്റിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയിലേക്ക്, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇന്ന് ഇസ്രയേലിലുള്ള ഫലസ്തീനിലുള്ള ഈലിയ പള്ളിയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ കൊണ്ടുപോയി എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതാണ് ഇസ്റാ എന്ന് നാം വിളിക്കുന്നത്. അതിനുശേഷം അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ ഒരുപാട് പ്രവാചകന്മാർക്ക് ഇമാമായി നമസ്കരിക്കുകയും അതിനുശേഷം 7 ആകാശങ്ങൾ പിന്നിട്ട് സിദ്റത്തുൽ മുൻതഹയും പിന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ തിരുസന്നിധിയിൽ ചെന്ന് അല്ലാഹുവുമായിട്ട് മുനാജാത്ത് നടത്തി തിരിച്ചു പോന്ന ആ യാത്രയെയാണ് നാം മിഅ്റാജ് എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്റാ എന്താണെന്നും മിഅ്റാജ് എന്താണ് എന്നും നാം മനസ്സിലാക്കി. വിശദീകരണം ഇൻഷാ അല്ലാഹ് വഴിയെ ആവാം. ഈ യാത്രകൾ കേവലം സ്വപ്നമായിരുന്നോ അതോ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം ഒക്കെ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്തതായിരുന്നോ? ഇനി ഖുർആൻ സംസാരിക്കട്ടെ. ആദ്യമേ എൻ്റെ സഹോദരന്മാരോട് സഹോദരിമാരോട്, ഇനി പിന്നീട് എൻ്റെ പ്രഭാഷണം കേൾക്കാൻ സാധ്യതയുള്ള എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വിഷയം ഖുർആനിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഓപ്പൺ മൈൻഡോടെ, തുറന്ന മനസ്സോടെ നാം സമീപിക്കണം. ഖുർആൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് നാം ആലോചിച്ച് മനസ്സിലാക്കണം. അല്ലാഹു അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. ഖുർആൻ എന്താണ് പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ
من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. തന്റെ അടിമയെ, തന്റെ ഇഷ്ടപ്പെട്ട അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിച്ച റബ്ബ് എത്ര പരിശുദ്ധവാനാണ്. ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. എന്തിനാണ് തന്റെ അടിമയെ കൊണ്ടുപോയത്? തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ. അവൻ എല്ലാം കാണുന്നവനും സ്പഷ്ടമായി കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ഇതാണ് ആയത്ത്. ഈ ആയത്ത് തന്നെ സ്വയം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നം കണ്ടതല്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മാവോട് കൂടെ പരിശുദ്ധ ശരീരത്തോട് കൂടെ യാത്ര ചെയ്ത ഈ സംഭവമാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത് എന്ന് ഈ ആയത്ത് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് പരിശോധിക്കാം. ഇവിടെ ആദ്യമായി ഖുർആൻ പറയുന്നത് സുബ്ഹാന, അവനത്ര പരിശുദ്ധവാനാണ്. സാധാരണഗതിയിൽ ഖുർആൻ സുബ്ഹാന എന്ന് പ്രയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ അറബി ഭാഷയിൽ സുബ്ഹാന എന്ന പ്രയോഗം നടത്താറുള്ളത് അത്ഭുതകരമായ, വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന എന്തെങ്കിലും കാര്യം പറയുമ്പോഴാണ് സാധാരണഗതിയിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുള്ളത്. നമ്മളും കേൾക്കാറുണ്ട്. എന്തെങ്കിലും അത്ഭുതകരമായ, സംഭവിക്കാൻ സാധ്യത കുറവായ, വിശ്വസിക്കാൻ പ്രയാസകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് അറബികൾ പറയുന്നത് നാം കേൾക്കാറുണ്ട്, നമ്മളും പറയാറുണ്ട്. കാരണം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. ആ പ്രയോഗം തന്നെയാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അത്രയും അത്ഭുതകരമായ ഒരു സംഭവം ഉദ്ധരിച്ചപ്പോഴാണ് ഖുർആൻ ഇവിടെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച റബ്ബത്ര പരിശുദ്ധവാനാണ്. സുബ്ഹാന. ഇത് കേവലം സ്വപ്നമായിരുന്നുവെങ്കിൽ ഖുർആൻ ഒരിക്കലും സുബ്ഹാന എന്ന പ്രയോഗം ഇവിടെ നടത്തില്ലായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരമാർത്ഥമാണ്. ഇത് കഴിഞ്ഞ് അല്ലദീ അസ്റ, രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. അസ്റ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ യാത്ര പോയി എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നുവെങ്കിലും മനുഷ്യനായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ മനുഷ്യനായിരുന്നു. മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. പക്ഷേ മനുഷ്യനായിരുന്നു. ഈ മനുഷ്യന്, കേവലം ഒരു മനുഷ്യന് ഇതുപോലത്തൊരു യാത്ര ചെയ്യാൻ സാധിക്കില്ല. എന്താണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ യാത്ര ചെയ്തു എന്നല്ല പറഞ്ഞത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ യാത്ര ചെയ്യിച്ച, രാത്രിയിൽ കൊണ്ടുപോയ റബ്ബത്ര പരിശുദ്ധവാനാണ്. അസ്റാ, അള്ളാഹു യാത്ര ചെയ്യിച്ചതാണ്, അള്ളാഹു കൊണ്ടുപോയതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വമേധയാ യാത്ര ചെയ്തതല്ല. ഇവിടുത്തെ എല്ലാ സംശയവും തീർന്നുപോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹുവാണ് എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ യാത്ര ചെയ്യിച്ചതെങ്കിൽ പിന്നെ ഇതിലെന്താ സംശയം? നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചതെന്താ? കുൻ ഫയകൂൻ, കുൻ ഫയകൂൻ. അള്ളാഹു ഒരു ഇന്റൻഷൻ മുളക്കുമ്പോഴത്തേക്ക്, അള്ളാഹുവിന്റെ ഒരു ഇന്റൻഷൻ പുലർന്നു വരുമ്പോഴത്തേക്ക് അത് സംഭവിച്ചു കഴിഞ്ഞു. അതാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് നാം വിശ്വസിക്കുന്നത്, നാം വിശ്വസിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹി അവരെ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുപോയി കൂടാ? അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു രാത്രി എന്നോ ഒരു മണിക്കൂർ എന്നോ ഒരു മിനിറ്റ് എന്നോ എന്ന സമയമില്ല. അള്ളാഹുവിന് സ്ഥലവുമില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ എന്താണ് ഇത് വിശ്വസിക്കാൻ ഇത്രമാത്രം പ്രയാസം? മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, സുബ്ഹാന അല്ലദീ അസ്റാ. മൂന്നാമത്തെ പോയിന്റ് ബിഅബ്ദിഹി,
സാധാരണഗതിയിൽ ഖുർആൻ അബ്ദ് എന്ന പ്രയോഗം നടത്താറുള്ളത്, അബ്ദ് എന്നതിൻ്റെ വാക്കർത്ഥം അടിമ എന്നാണ്. സാധാരണ ഖുർആൻ ഈ വാക്ക് പ്രയോഗിക്കാറുള്ളത് നമ്മെ പോലെ കണ്ണും മൂക്കും നാക്കും കൈയും കാലുമൊക്കെയുള്ള ജീവനും ആത്മാവുമുള്ള ശരീരമുള്ള ഈ മനുഷ്യന്മാർക്കാണ് സാധാരണ ഖുർആൻ അബ്ദ് എന്ന പ്രയോഗം നടത്താറുള്ളത്. വരൂ നിങ്ങൾ സൂറത്ത് ഫുർഖാനിലേക്ക്. അവിടെ ഖുർആൻ പറയുന്നു, وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. ഖുർആൻ അബ്ദുറഹ്മാൻമാരെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ വിശേഷിപ്പിക്കുകയാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അബ്ദുറഹ്മാൻമാർ, ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇബാദ് എന്നത് അബ്ദ് എന്ന അറബി വേർഡിന്റെ പ്ലൂറലാണ്, ബഹുവചനമാണ്. അബ്ദ് എന്ന വേർഡിന്റെ ബഹുവചനമാണ് ഇബാദ്. ഇവിടെ ഖുർആൻ പറഞ്ഞത് ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ അടിമകൾ. ആരാണവര്? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അവര് ഭൂമിയിൽ വിനയാന്വിതരായി വിനയത്തോടുകൂടെ സഞ്ചരിക്കുന്നവരാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ജാഹിലീങ്ങളായ അറിവില്ലാത്ത ആളുകൾ ആരെങ്കിലും അവരോട് എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ അവർ പറയും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞവർ തിരിഞ്ഞു പോകും. ഇങ്ങനെ സലാം പറയണമെങ്കിൽ, നടന്നു പോകണമെങ്കിൽ എൻ്റെ സഹോദരന്മാരെ കാല് വേണ്ടേ, നാക്ക് വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആൻ അബ്ദ് എന്ന പ്രയോഗം നടത്താറുള്ളത് നമ്മെ പോലെ ആത്മാവും ശരീരവും ഒക്കെയുള്ള ആളുകൾക്കാണ്. ആ പ്രയോഗം തന്നെയാണ് ഖുർആൻ അവിടെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാത്രിയിലെ രാപ്രയാണം ചെയ്യിച്ച റബ്ബത്ര പരിശുദ്ധവാനാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. എന്തിനാണ് അല്ലാഹു യാത്ര ചെയ്യിച്ചത്? നാലാമത്തെ പോയിന്റിലേക്കാണ് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നത്. എന്തിനാണ് അല്ലാഹു യാത്ര ചെയ്യിച്ചത്? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ലിനുരിയഹു മിൻ ആയാതിനാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ. ഈ ശരീരത്തിൽ കണ്ണുണ്ടെങ്കിലല്ലേ, പച്ചയായ കണ്ണുണ്ടെങ്കിലല്ലേ കാണാൻ കഴിയുള്ളൂ, അല്ലേ? കണ്ണുണ്ടെങ്കിലല്ലേ കാണാൻ കഴിയുള്ളൂ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹി, അവര് പരിശുദ്ധ ശരീരത്തോട് കൂടെ തന്നെയാണ് പോയത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ. പച്ചയായ കണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുദൂതരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു യാത്ര ചെയ്ത സമയത്ത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലിനുരിയഹു മിൻ ആയാതിനാ. ഈ ആയത്തിൽ തന്നെ 4 വ്യക്തമായ തെളിവുകൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മാവോട് കൂടെ പരിശുദ്ധ ശരീരത്തോടു കൂടെയാണ് യാത്ര ചെയ്തത് എന്നതിന് സംശയലേശമന്യേ ഖുർആൻ നമുക്ക് മുമ്പിൽ സ്ഥിരപ്പെടുത്തുകയാണ് ഈ ആയത്തിലൂടെ. ഇനി എന്താണ് വേണ്ടത്? ഖുർആൻ ഇസ്രാഇന്റെ കാര്യം പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു. നാം ഈ പറഞ്ഞ പോലെ മിഅ്റാജിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത്ര വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഖുർആൻ മിഅ്റാജിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത്ര സുവ്യക്തമായി പറയാതിരുന്നത്? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര ഈ ചെറിയ സമയം കൊണ്ട് ചെയ്തു എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ സ്വാഭാവികമായും അറബികൾ ചോദിക്കും, ഖുറൈശുകൾ ചോദിക്കും, മുഹമ്മദേ നീ പോയ വഴിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു?
മസ്ജിദുൽ അഖ്സയുടെ നാച്ചുർ എങ്ങനെയായിരുന്നു, മസ്ജിദുൽ അഖ്സയിൽ ആ പള്ളിക്ക് എത്ര ജനവാതിലുകളുണ്ട്, എത്ര വാതിലുകളുണ്ട്, എല്ലാം ചോദിക്കും. സ്വാഭാവികമാണ്. കാരണം അവര് ആഴ്ച തോറും അല്ലെങ്കിൽ മാസം തോറും ഈലിയയിലേക്ക്, ഫലസ്തീനിലേക്ക് കച്ചവടത്തിന് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി അവർക്ക് ഉത്തരം നൽകുകയും ചെയ്തു. ഇനി ഇപ്പൊ നാം പറഞ്ഞല്ലോ, ഇത് സ്വപ്നമായിരുന്നില്ല, ശരീരത്തോട് കൂടെയുള്ള യാത്രയായിരുന്നു. സ്വാഭാവികമായും സൂറത്ത് ഇസ്രാഇന്റെ തന്നെ മറ്റൊരായത്തുണ്ട്. എന്താണത്? وما جعلنا الرؤيا التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن وما جعلنا الرؤيا التي أريناك إلا فتنة للناس. നാം താങ്കൾക്ക് കാണിച്ചു തന്ന കാഴ്ച ജനങ്ങൾക്ക് നാം ഫിത്നയാക്കി. ഇവിടെ റുഇയ എന്നതിന് ചില ആളുകൾ പറയും ഇത് റുഇയ എന്ന് പറഞ്ഞാൽ അറബിയിൽ സ്വപ്നമല്ലേ? അല്ല, സ്വപ്നമല്ല. സ്വപ്നത്തിനും പറയാറുണ്ട്, എങ്കിൽ അതിൽ കൂടുതലായി റുഇയ എന്ന പ്രയോഗം അറബിയിൽ വിശ്വസിക്കാൻ പ്രയാസകരമായ കാഴ്ചകൾ കണ്ടാൽ അതിന് പ്രയോഗിക്കാറുണ്ട്. അതിന്റെ തെളിവൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സമയം ഭയന്ന് ഞാൻ ഉദ്ധരിക്കുന്നില്ല, ആവശ്യമുള്ളവർക്ക് പിന്നീട് ചോദിക്കാം. ഖുർആൻ പറയുന്നു, وما جعلنا الرؤيا التي أريناك إلا فتنة للناس. താങ്കൾക്ക് നാം പച്ചയായി കാണിച്ചു തന്ന കാഴ്ച ജനങ്ങൾക്ക് നാം ഫിത്നയാക്കി. ഇനി എൻ്റെ സഹോദരന്മാരോട്, എൻ്റെ സഹോദരിമാരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇനി ഇവർ പറയുന്ന പോലെ ഇത് സ്വപ്നമായിരുന്നുവെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ഇത് സ്വപ്നമായിരുന്നുവെങ്കിൽ എങ്ങനെ അവിടെ ഫിത്ന ഉണ്ടാവുക? ഹമീദ് സാഹിബ് അല്ലെങ്കിൽ റംസി നമ്മളോട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ ന്യൂയോർക്കിലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും റംസിയോട് പറയോ, റംസിയെ എങ്ങനെ ഇത് സംഭവിക്കുക? നീ ഇന്നലെ മുദീരിയയിൽ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടല്ലോ നീ ഫോട്ടോ എടുക്കുന്നത്, കളവ് എങ്ങനെ പറയുക എന്നാരെങ്കിലും ചോദിക്കോ? എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ആരെങ്കിലും ചോദിക്കോ? ചോദിക്കൂല. കാരണം എന്താ? സ്വപ്നമായിരുന്നു. അല്ല, ഇനി റംസി പറയാണ്, ഞാൻ ഇന്നലെ ന്യൂയോർക്കിലായിരുന്നു. റംസി പച്ചക്കള്ളം പറയല്ലേ. നിന്നെ ഇന്നലെ രാത്രി 8 മണിക്ക് റോളയിൽ ഞാൻ കണ്ടിരുന്നു. പിന്നെ എങ്ങനെ ന്യൂയോർക്കിൽ പോവുക? അത് ഒരു പരമാർത്ഥമായിരുന്നു. അപ്പോഴാണല്ലോ ഫിത്ന ഉണ്ടാവുക. അപ്പൊ ഫിത്ന ഉണ്ടാകും, സ്വാഭാവികമാണ്. വാഗ്വാദങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഫിത്നയുണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്തു എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ എന്റെ റബ്ബുമായിട്ട് ഞാൻ മുനാജാത്ത് നടത്തി എന്ന് പറഞ്ഞപ്പോ ഖുറൈശികൾ പോലും മനസ്സിലാക്കിയത് ഇത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുശരീരവുമായി പോയ യാത്രയെന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഫിത്ന ഉണ്ടായത്. وما جعلنا الرؤيا التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാവിലെ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, ഞാൻ ഇന്നലെ രാത്രിയുടെ ചെറിയ ഒരു യാമം കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു എന്നെ കൊണ്ടുപോയി. അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശവും താണ്ടി സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞ് എന്റെ റബ്ബുമായിട്ട് ഞാൻ മുനാജാത്ത് നടത്തി എന്ന് സഹാബത്തിനോട് പറഞ്ഞു. അവർ വിശ്വസിച്ചു. അങ്ങനെ ഖുറൈശികൾ അവരറിഞ്ഞു ഈ സംഭവം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ അടുത്തുള്ള പാറക്കുന്നുമ്മൽ ഇരിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു വരുന്നുണ്ട്.
അവർ ചോദിച്ചു, സിദ്ദീഖേ, അബൂജഹൽ ചോദിക്കുകയാണ്, എടാ സിദ്ദീഖേ, നിനക്ക് ബോധ്യപ്പെട്ടില്ലേ നിന്റെ സാഹിബ്, നിന്റെ കൂട്ടുകാരൻ പച്ചക്കള്ളനാണെന്ന്? ഇപ്പോഴെങ്കിലും സിദ്ദീഖേ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അബൂബക്കർ നീ എന്താണ് പറയുന്നത്? അബൂബക്കർ നീ എന്താണ് പറയുന്നത്? നീ അറിഞ്ഞില്ലേ നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മളൊക്കെ 40 ദിവസം യാത്ര ചെയ്ത്, നമ്മൾ 40 ദിവസം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് എത്തുന്ന ഈലിയായിലെ പള്ളിയിലേക്ക് നിന്റെ കൂട്ടുകാരൻ ഒരൊറ്റ രാത്രി കൊണ്ട് യാത്ര ചെയ്തത്രേ. സിദ്ദീഖേ, നിനക്ക് ബോധ്യപ്പെട്ടില്ലേ അവൻ പൂർണ്ണമായും കള്ളനാണെന്ന്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അബൂജഹൽ, എന്റെ കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെ, പറഞ്ഞിട്ടുണ്ട്. ഇതാ സാക്ഷികൾ നിൽക്കുന്നു, നിന്റെ ആളുകൾ ചോദിച്ചു നോക്ക്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ സാഹിബ്, എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അബൂജഹലേ, നീ പറഞ്ഞത് കള്ളമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് മുതലാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ സിദ്ദീഖ്, സത്യമാക്കുന്നവൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ചരിത്രത്തിൽ കാണാം. അങ്ങനെ വിശ്വാസം ബലഹീനരായ ആളുകള് മുർത്തദ്ദായി പോയി, ദീനിൽ നിന്നും പുറത്തുപോയി. അവിടെ അബൂജഹലും ഉത്ബത്തുമൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ അടിക്കാൻ വരെ വന്നു, അവിടെ ഫിത്നയുണ്ടാക്കി. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, വമാ ജഅൽന റുയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ച, ഓപ്പൺ ഐസ് കൊണ്ട് കാണിച്ചു തന്ന വിഷൻ കാഴ്ച ജനങ്ങൾക്ക് നാം ഫിത്നയാക്കി. ഇതെങ്ങാനും സ്വപ്നമായിരുന്നുവെങ്കിൽ എന്റെ സഹോദരന്മാരെ, കോമൺ സെൻസ് ഉള്ള ആർക്കും ആലോചിച്ചാൽ അറിയാം, അവിടെ ഫിത്നയുണ്ടാകില്ല, അവിടെ പ്രശ്നമുണ്ടാകില്ല, അവിടെ മുർത്തദ്ദാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ ഇത് സ്വപ്നമായിരുന്നില്ല. വമാ ജഅൽന റുയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ് എന്ന് പറഞ്ഞതിലെ റുഇയ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആരുടെ ശിരസിൽ കൈവച്ചുകൊണ്ടാണോ ലോകത്തിന്റെ നായകൻ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. അല്ലാഹുവേ, എൻ്റെ ഇബ്നു അബ്ബാസിന് ഖുർആനിന്റെ തഫ്സീറും തഅ്വീലും നീ പഠിപ്പിക്കണേ എന്നാർക്ക് വേണ്ടിയാണോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്, ആ ഇബ്നു അബ്ബാസ്, മുഫസ്സിരീങ്ങളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ആയത്തിലെ വമാ ജഅൽന റുയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ് വശജറതൽ മൽഊനത ഫിൽ ഖുർആൻ എന്ന ആയത്തിലെ റുയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്, ഹിയ റുയ ഐനിൻ, അത് കണ്ണിന്റെ കാഴ്ചയാണ്, അത് സ്വപ്നമല്ല. ഇനി അതിനപ്പുറം ഏത് മുഫസ്സിറാണ്, ഏത് മുഅവ്വിലാണ് ലോകത്തുള്ളത്? എന്റെ സഹോദരന്മാരോട്, വിശ്വസിക്കാൻ പ്രയാസമുള്ള സഹോദരന്മാരോട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇനി ഏത് മുഫസ്സിർ പറഞ്ഞാലാ നിങ്ങൾ വിശ്വസിക്കാം? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഖുർആൻ പറഞ്ഞ പോലെ, അൻ തഖൂമു ലില്ലാഹി മസ്നാ വസുലാസ, അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാദ ثم تتفكروا ما بصاحبكم من جنة. ഖുർആൻ ഖുറൈശികളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഒറ്റക്കൊറ്റക്ക് നിന്നിട്ട്, അല്ലെങ്കിൽ 2 പേരടങ്ങുന്ന ചെറു സംഘങ്ങളായി നിന്നിട്ട് ഈ ആയത്തൊന്ന് പഠിച്ചു നോക്കിയേ, ഖുർആനിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കിയേ, എങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും മാ ബിസാഹിബികും മിൻ ജിന്ന. നിങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് അത് ഭ്രാന്തായിരുന്നില്ല, അത് പച്ചയായ കാഴ്ചയായിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള സഹോദരന്മാർ അത് പഠിച്ചാൽ മനസ്സിലാകും. അല്ലാതെ നിങ്ങൾ സംഘം, വലിയ സംഘങ്ങളായി, നമ്മുടെ കാട്ടിലുള്ള ആളുകളൊക്കെ, കാട്ടുജാതികളായ ആളുകളൊക്കെ പറയുന്ന പോലെ, മുന്നിലെ മാപ്പള പറയും പോലെ, മുന്നിലെ മാപ്പള പറയും പോലെ എന്ന് പറഞ്ഞു പോയാൽ ഖിയാമത്ത് നാൾ വരെ ഇസ്റാ, മിഅ്റാജ്,
അത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ഖുർആൻ പറഞ്ഞ പോലെ അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാജാ ثم تتفكروا ما بصاحبكم من جنة. നിങ്ങൾ ഒറ്റക്ക് അല്ലെങ്കിൽ ചെറു സംഘങ്ങളായി നിന്നുകൊണ്ട് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെയാണ് ഇത് പറയുന്നത്. നമുക്കാരോടും വാശിയില്ല. ദീൻ എല്ലാവരും മനസ്സിലാക്കണം, ദീൻ എല്ലാവരും മനസ്സിലാക്കണം. അല്ലാഹു യഹ്ദീനാ വയഹ്ദീകും. അല്ലാഹുമ്മ ആമീൻ. ഇനി ഇതിന് ഉപോത്ബലകമായി മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ പ്രസിദ്ധമായ തഫ്സീറിൽ ഉദ്ധരിച്ച ഒരു സംഭവമുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു, ദലാഇലുൻ നുബുവ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അതിന്റെ മുസന്നിഫ് ഉദ്ധരിച്ച ഒരു സംഭവം ഇബ്നു കസീർ റഹിമഹുല്ലാ ഉദ്ധരിക്കുകയാണ്. എന്താണ് ആ സംഭവം? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിഹിയ്യത്ത് ഇബ്നു ഖലീഫ എന്ന് പറയുന്ന സഹാബിയെ ഹിറഖൽ രാജാവിന്റെ അടുക്കലേക്ക് ഇസ്ലാം പരിചയപ്പെടുത്താൻ പറഞ്ഞയച്ചു. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഹിജ്റയായിട്ടാണ് അവരങ്ങോട്ട് പോയത്, അഭയം പ്രാപിക്കാൻ. ഹിറഖൽ രാജാവിന്റെ അടുക്കലേക്ക് ദിഹിയ്യത്ത് ഇബ്നു ഖലീഫ റളിയല്ലാഹു തആല അൻഹും സംഘവും ചെന്നപ്പോ ഹിറഖൽ രാജാവിനോട് ഇസ്ലാമിനെ ഇവർ പരിചയപ്പെടുത്തി. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഹിറഖൽ രാജാവ് അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കക്കാരായ ഖുറൈശികള് ഇവിടെ കച്ചവടത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുവരൂ, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അവരോട് കൂടെ അന്വേഷിക്കണമല്ലോ. അങ്ങനെ ഭൃത്യന്മാര് പോയി അബൂ സുഫിയാനെയും കൂട്ടരെയും വിളിച്ചു കൊണ്ടുവന്നു. അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ല. അബൂ സുഫിയാൻ വന്നു, ഹിറഖൽ രാജാവിന്റെ രാജസന്നിധിയിൽ നിൽക്കുകയാണ്. ഹിറഖൽ രാജാവ് ചോദിച്ചു, അബൂ സുഫിയാൻ, താങ്കൾ ഖുറൈശിയാണല്ലോ, താങ്കൾ കളവ് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട മുഹമ്മദ് പ്രവാചകനാണെന്ന് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അദ്ദേഹം പ്രവാചകനാകുന്നതിന് മുമ്പ് നിങ്ങളോട് കളവ് പറഞ്ഞിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, കളവ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം മാന്യനായിരുന്നോ? അതെ, മാന്യനായിരുന്നു. ഉന്നത കുലജാതകനായിരുന്നോ? അതെ, ഉന്നത കുലജാതകനായിരുന്നു. അദ്ദേഹം സമ്പന്നനായിരുന്നോ? അല്ല, സമ്പന്നനായിരുന്നില്ല. ഇങ്ങനെ ബുദ്ധിമാനായ ഹിറഖൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അബൂ സുഫിയാനോട് ചോദിച്ചു. അബൂ സുഫിയാൻ പിന്നീട് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ ഖുറൈശിയായിരുന്നില്ല എങ്കിൽ, ഞാൻ ഖുറൈശിയായതുകൊണ്ട് ഒരാളോടും എനിക്ക് കളവ് പറയാൻ സാധ്യമല്ല. ഞാൻ ഖുറൈശിയായിരുന്നില്ല എങ്കിൽ ഞാൻ കളവ് പറയുമായിരുന്നു. പക്ഷേ ഞാൻ കളവ് പറയാതിരുന്നത് ഖുറൈശിയായതുകൊണ്ടാണ്. അങ്ങനെ അബൂ സുഫിയാന്റെ ആൻസറൊക്കെ അദ്ദേഹത്തിന് വളരെ സ്വീകാര്യമായപ്പോ അബൂ സുഫിയാൻ ഭയന്നു. ഇവരെ സഹാബികളെ ഹിറഖൽ സഹായിക്കാൻ പോകുകയാണ്. അപ്പോഴാണ് അബൂ സുഫിയാൻ പറഞ്ഞത്, എങ്കിൽ രാജാവേ, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? എന്താണത്? ഈ അടുത്ത കാലത്തായിട്ട് മുഹമ്മദ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഒരൊറ്റ രാത്രി കൊണ്ട്, അബൂ സുഫിയാൻ പറഞ്ഞത് ഒരൊറ്റ രാത്രി കൊണ്ട് എന്നാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ 40 ദിവസം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് എത്തുന്ന നിങ്ങളുടെ പള്ളിയിലേക്ക്, ഈലിയ പള്ളിയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് അദ്ദേഹം വന്ന് തിരിച്ചു വന്നത്രേ. രാജാവേ ഹിറഖലെ, നിനക്ക് ബോധ്യപ്പെട്ടില്ലേ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ മുഹമ്മദ് കള്ളനാണ് എന്ന്? അദ്ദേഹം പ്രവാചകനല്ല, കള്ളപ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ബുദ്ധിമാനായ ഹിറഖൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ഈലിയ പള്ളിയുടെ പാട്രിയാർക്കീസിനെ വിളിക്കുകയാണ്. അവിടുത്തെ പാട്രിയാർക്കീസ് എന്ന് പറഞ്ഞാൽ മുത്തവല്ലി. ഈ മുത്തവല്ലിയെ വിളിച്ചു. അദ്ദേഹം വന്നു രാജസദസ്സിലേക്ക്. ഖൈസർ ചോദിച്ചു, പാട്രിയാർക്കീസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ അബൂ സുഫിയാൻ പറയുന്ന ആ രാത്രി? അതേ രാജാവേ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്ന്, സഹോദരിമാർ ശ്രദ്ധിച്ചു കേൾക്കണം, പാട്രിയാർക്കീസ് പറയുകയാണ്, രാജാവേ, ഞാൻ അന്ന് ഈലിയ പള്ളിയുടെ, അതായത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു വാതില് അടക്കാൻ ശ്രമിച്ചു, അവസാനമായിട്ട് പൂട്ടിപ്പോരാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അടക്കാൻ സാധിച്ചില്ല. ഞാൻ ആളുകളെ സഹായത്തിന് വിളിച്ചു. അങ്ങനെ ഡോറ് വളരെ ശക്തമായി വലിച്ചു, അടക്കാൻ സാധിച്ചില്ല.
പിന്നെ ആശാരിമാരെ വിളിച്ചു കൊണ്ടുവന്നു. ആ രാത്രിയിൽ ആശാരിമാരും ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അടക്കാൻ സാധിച്ചില്ല. അവര് പറഞ്ഞു, ഇതിന്റെ ഭിത്തി എങ്ങാനും ഈ ഡോറിന്റെ മുകളിലായിട്ടുണ്ട്, നമ്മൾ ശക്തമായി വലിച്ചാൽ ചിലപ്പോ ഈരിയ പള്ളി ബൈത്തുൽ മുഖദ്ദസ് പൊളിഞ്ഞു ചാടിപ്പോകും, അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ നോക്കാം. അങ്ങനെ അന്ന് രാത്രി, ആ പറഞ്ഞ രാത്രി, ഞാൻ വാതിൽ അടക്കാതെ 2 വാതിൽ തുറന്നിട്ട് പോന്നു. പിറ്റേന്ന് രാവിലെ നമസ്കരിക്കാൻ ചെന്നപ്പോ ഇസ്രായേലികൾക്ക് 2 നമസ്കാരമാണ്, രാവിലെയും രാത്രിയും 2 നമസ്കാരമാണുള്ളത്. സുബഹി നമസ്കാരത്തിന് ചെന്നപ്പോ രാജാവേ, നമ്മുടെ ഡോറിന്റെ അരികിലുള്ള ഒരു കല്ലുണ്ടല്ലോ, പ്രവാചകന്മാർ മുമ്പ് കാലത്ത് അവരുടെ വാഹനങ്ങൾ കെട്ടിയിട്ടിരുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിന്റെ അടുത്ത് ഒരു വാഹനം വന്നു പോയത്, ഒരു മൃഗം വന്നു പോയതിന്റെ അടയാളം ഞാൻ കണ്ടു. അങ്ങനെ ആളുകളെ ഞാൻ വിളിച്ചു, എന്നിട്ട് അത്ഭുതത്തോടെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇന്നലെ രാത്രി നമ്മുടെ ഡോറ് അടയാതിരുന്നത് ഈ പ്രവാചകന് വേണ്ടിയായിരിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഈ രാത്രി അത്ഭുതമുണ്ടായിരുന്നു എന്ന് പാട്രിയാർക്കീസ് ഐസറിനോട് പറഞ്ഞു. ഇബ്നു കസീർ റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു കസീറിനെ നമ്മളും എന്റെ സഹോദരന്മാരും ഒക്കെ അംഗീകരിക്കുന്ന പ്രമുഖനായ മുഫസ്സിറാണ്. അദ്ദേഹം പറയുന്ന ഒരു പരമാർത്ഥമാണിത്. ഇതൊക്കെ നിങ്ങൾ കൂട്ടി വായിച്ചു നോക്കൂ. ഇതെങ്ങനെയാണ് സ്വപ്നമെന്ന് പറയാൻ സാധിക്കാം? വിഡ്ഢികളുടെ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ എങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഖുർആൻ വ്യക്തമായി പറയുന്നു, ഇത് യാഥാർത്ഥ്യമായിരുന്നു, പരമാർത്ഥമായിരുന്നു. ഇതേ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അലി, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, ആയിഷ, അസ്മ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ തുടങ്ങിയവരൊക്കെ ഉദ്ധരിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. ഖുർആൻ പറഞ്ഞ ഈ ഇസ്രാ മിഅ്റാജ് ഇത് യാഥാർത്ഥ്യമായിരുന്നു. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഇതല്ലാതെ വേറെയും ഇസ്രാഉം മിഅ്റാജും ഒക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഖുർആൻ പറഞ്ഞ ഈ ഇസ്രാ മിഅ്റാജ് പരിശുദ്ധ ശരീരത്തോട് കൂടെ തന്നെയായിരുന്നുവെന്ന് 100% ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹു അത് മനസ്സിലാക്കാൻ നമുക്കും എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ഇവിടെ ഖുർആൻ പറയുന്നത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു കൊണ്ടുപോയത്. എന്തേ, നിങ്ങൾ ആരും ആലോചിച്ചിട്ടില്ലേ? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുപോയി കൂടായിരുന്നു? അല്ലെങ്കിൽ തെക്ക് നിന്ന് വടക്കോട്ട് എത്ര ദൂരമുണ്ട്? വലിയൊരു യാത്രയാകുമായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയത്? മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗല. എന്തിനാണ് അനുഗ്രഹീതമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അനുഗ്രഹീതമായ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്? കാരണം ആദ്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഗേഹമാണ് കഅബ. ഇന്ന അവ്വല ബൈത്തിൻ wudi'a lin-nasi lalladhi bi-Bakkata മുബാറക. ആദ്യമായിട്ട് ജനങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ നിർമ്മിക്കപ്പെട്ട ഗേഹമാണ് കഅബ. ആരാണ് കഅബ നിർമ്മിച്ചത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണോ? മലക്കുകളാണോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണോ? മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഈ ആയത്ത് പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ wudi'a lin-nas, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട. ആര് നിർമ്മിച്ചു എന്ന് പറഞ്ഞില്ല. ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഗേഹം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നു, ആദം നബിയും ജനങ്ങളിൽപ്പെട്ടവനാണല്ലോ. ആദം നബിയും ജനങ്ങളിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ആദം നബി അല്ല നിർമ്മിച്ചത്, അതിന് മുമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന അവ്വല ബൈത്തിൻ wudi'a lin-nas, ആദം നബിയുടെ മുമ്പ് തന്നെ കഅബ
നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നു. പിന്നെ നാം ഓതാറുണ്ട്, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമും കഅബയുടെ തൂണുകൾ ഇങ്ങനെ ഉയർത്തിയപ്പോ അവരെ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ സൽക്കർമ്മം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ. ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെ പുനരുദ്ധാനം നിർമ്മിക്കുകയാണ് ചെയ്തത് എന്നാണ് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നത്. അത് മറ്റൊരു ഹദീസിൽ നിന്ന് തന്നെ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നത് നമുക്ക് കാണാം. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. അല്ലാഹുവേ, ഞാൻ എൻ്റെ പ്രിയപത്നി ഹാജറ റളിയല്ലാഹു തആല അൻഹയെയും എൻ്റെ പിഞ്ചുമകൻ പിഞ്ചോമന ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും റബ്ബേ നിന്റെ കഅബയുടെ അടുക്കൽ ഞാൻ ഉപേക്ഷിച്ചു പോന്നു. എന്തിനാ? ലിയുഖീമുസ് സ്വലാഹ്, ഞാൻ അവരെ ഉപേക്ഷിച്ചു പോന്നു. ഇസ്മായിൽ നബി ഒരുപാട് വലുതായിട്ടാണ് കഅബ പുനരുദ്ധാനം നിർവഹിക്കുന്നത് അവര്. അപ്പൊ ഇസ്മായിൽ നബി വളരെ ചെറുപ്പത്തിലായിരുന്ന കാലത്ത് തന്നെ കഅബ ഉണ്ടായിരുന്നു, മസ്ജിദുൽ ഹറാം ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതാണ് കഅബ. ആദ്യമായി ജനങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ നിർമ്മിക്കപ്പെട്ട ഗേഹം. അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ് അള്ളാഹു കൊണ്ടുപോയത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി മൊത്തമാണ് കഅബ നിർമ്മിക്കപ്പെട്ടത് എങ്കിലും അവസാന കാലത്തൊക്കെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പൊക്കെ കഅബ അറിയപ്പെട്ടിരുന്നത് ബൈത്തുൽ അറബ് എന്നായിരുന്നു. ബൈത്തുൽ അറബ്, അറബികളുടെ ഗേഹം എന്നായിരുന്നു. അതുകൊണ്ടൊക്കെയാവണം അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയത്. അറബികൾക്ക് മാത്രമല്ല, ലോകർക്ക് മുഴുവനുമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. ചുറ്റുഭാഗത്തും അനുഗ്രഹീതമാണ് മസ്ജിദുൽ അഖ്സ. ഒരുപാട് പ്രവാചകന്മാര് മറവെട്ട് കിടക്കുന്നത് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുമാണ്. ഒരുപാട് അനുഗ്രഹീതമാണ് മസ്ജിദുൽ അഖ്സ. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് കൊണ്ടുപോയത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെ രാവിൽ പോകുമ്പോ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബുറാഖിന്റെ പുറത്ത് കയറി ഇങ്ങനെ പോകുമ്പോ ഒരുപാട് ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂല് കാണുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചു, ജിബ്രീലേ, ആ കാണുന്നത് എന്താണ്? ഇതെന്താണ്? ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു. ജിബ്രീൽ പറഞ്ഞു അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ സലാം അടക്കിക്കോളൂ, നമുക്ക് പോകണേ, നമുക്ക് ധൃതിയുണ്ട്, നമുക്ക് പോകണേ. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെല്ലുമ്പോ പ്രമുഖന്മാരായ പ്രവാചകന്മാർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം, യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ ഒരുപാട് പ്രമുഖന്മാരായ പ്രവാചകന്മാർ അല്ലാഹുവിന്റെ റസൂലിനെ മസ്ജിദുൽ അഖ്സയിൽ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. ബുറാഖിന്റെ പുറത്തു നിന്നും ഇറങ്ങി അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൽ അഖ്സയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 കപ്പുമായിട്ട് വന്നു. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഒരു കപ്പിൽ പാലാണ്, മറ്റേ കപ്പിൽ കള്ളുമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, റസൂലേ,
സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് കൈനീട്ടി പാലിന്റെ അടുത്തേക്ക് പാല് പിടിച്ചു കുടിക്കാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇഖ്തർതൽ ഫിത്ര. റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ നാച്ചുറാണ് തിരഞ്ഞെടുത്തത്. ഈ പാല് പോലെ താങ്കളുടെ ശരീഅത്തും താങ്കളുടെ ഉമ്മത്തും വളരെ സംശുദ്ധമായിരിക്കുമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അഡീഷണൽ ആയിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ അള്ളാഹുവിന്റെ റസൂല് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വർസുഖ്നാ ഖൈറൻ മിൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വർസുഖ്നാ ഖൈറൻ മിൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയതിൽ അനുഗ്രഹം പ്രദാനം ചെയ്യണേ, ഇതിലും നല്ല ഭക്ഷണം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വർസുഖ്നാ ഖൈറൻ മിൻ. അതിലും നല്ലത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. പക്ഷേ പാല് കുടിക്കുമ്പോ എന്റെ സഹോദരിമാര് പ്രത്യേകം മനസ്സിലാക്കണം, കുട്ടികൾക്കൊക്കെ പാൽ കൊടുക്കുമ്പോൾ ദുആ ചെയ്യണം. പാല് കുടിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്യാറുണ്ടായിരുന്നത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വർസുഖ്നാ ഫീഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ. വർസുഖ്നാ മിൻ. അല്ലാഹുവേ, അതിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്യണേ. അപ്പൊ പാലിനേക്കാളും അപ്പുറം ഖൈറായൊരു ഭക്ഷണമില്ല. പിന്നെ ചില മോഡേൺ ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്, പാലിന്റെ ദാതാവായ പശു അതിന്റെ കുട്ടിക്ക് കുടിക്കാനുള്ളതാണ്, നമുക്ക് കുടിക്കാനുള്ളതല്ല. അത് നമുക്ക് അത്ര സ്വീകാര്യമല്ല. ഖുർആൻ പറഞ്ഞു പാലിനെ കുറിച്ച് സൂറത്തുൻ നഹ്ൽ എന്താ പറഞ്ഞത്? അള്ളാഹു നിങ്ങൾക്ക് സ്വാദിഷ്ടമായ പാല് കുടിക്കാൻ നൽകിയിരിക്കുന്നു. അപ്പൊ മോഡേൺ സയൻസ് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണല്ലോ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വസ്ഖിനാ മിൻ. അതിൽ നിന്ന് കുടിപ്പിക്കണേ. അപ്പൊ പാല് കുടിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണമായിരുന്നു. അതുപോലെ ദുആ ചെയ്യുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറുമ്പോ ആദിത്യ മര്യാദയായി ജിബ്രീൽ കൊടുത്തതായത്. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുടിക്കാനെങ്കിലും കൊടുക്കണം. നമ്മളൊക്കെ അത് കൊടുക്കുന്നവരാണ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പോലും ഭക്ഷണം കിട്ടുന്നുണ്ട്, കുടിക്കാൻ മാത്രമല്ല. അള്ളാഹു അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ആമീൻ. അത് ആദിത്യ മര്യാദയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതാണത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി മസ്ജിദുൽ അഖ്സയിലേക്ക് കയറി. ഒരുപാട് പ്രവാചകന്മാർക്ക്, ഒരഭിപ്രായ പ്രകാരം മുഴുവൻ പ്രവാചകന്മാർക്കും അല്ല, മറ്റൊരഭിപ്രായ പ്രകാരം പ്രമുഖന്മാരായ പ്രവാചകന്മാർക്കൊക്കെ ഇമാമത്തായിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ട് പിന്നാലെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രപിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. വലത് ഭാഗത്തുണ്ടായിരുന്നത് തന്റെ പ്രപിതാവ് അലൈഹി മുസ്സലാത്തു വസ്സലാം ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. ഇടത് ഭാഗത്തുണ്ടായിരുന്നത് യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. ഇങ്ങ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും അടുത്തുണ്ടായിരുന്നു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമും അടുത്തുണ്ടായിരുന്നു. ഇങ്ങനെ പ്രമുഖന്മാരായ സകല പ്രവാചകന്മാരും അവിടെ ഉണ്ടായിരുന്നു. അബൂന അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമും അവരോട് കൂടെ ഉണ്ടായിരുന്നു.
അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കൊക്കെ ഇമാമായി നമസ്കരിച്ചു. സലാം വീട്ടിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ചൊല്ലിയിട്ട് മഹാനായ റസൂൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹു ചോദിക്കാൻ പറഞ്ഞൊരു കാര്യം അവിടെ ചോദിച്ചു. എന്താണ് അല്ലാഹു ചോദിക്കാൻ പറഞ്ഞത്? അല്ലാഹു സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാൻ ആലിഹതൻ യുഅബദൂൻ. മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ, താങ്കൾക്ക് മുമ്പ് നാം പറഞ്ഞയച്ച നിയോഗിച്ച പ്രവാചകന്മാരോട് താങ്കൾ ചോദിക്കണം, അജഅൽനാ മിൻ ദൂനിർ റഹ്മാൻ ആലിഹതൻ യുഅബദൂൻ, റഹ്മാനെയല്ലാതെ അല്ലാഹുവിനെയല്ലാതെ മറ്റൊരു ഇലാഹിനെ ആരാധിക്കാൻ അവരോട് ഞാൻ കൽപ്പിച്ചിരുന്നോ എന്ന് താങ്കൾ ചോദിക്കണം. ആരാണ് ചോദിക്കാൻ പറയുന്നത്? ആരാ ചോദിക്കാൻ പറയുന്നത്? അല്ലാഹുവാണ് പറയുന്നത്. സാക്ഷാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്, മുഹമ്മദേ വസ്അൽ മൻ അർസൽനാ ഖബ്ലക മിർ റുസുലിനാ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ച പ്രവാചകന്മാരോട് താങ്കൾ ചോദിക്കണം. എവിടെ വെച്ചാ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി, അവർ ഏറ്റവും അവസാനത്തെ പ്രവാചകനല്ലേ? പിന്നെങ്ങനെ അവർക്ക് മുമ്പുള്ള ആൾക്കാരോട് ചോദിക്കാം? ചോദ്യം എങ്ങനെയാലും നടക്കണം, ഉത്തരവും കിട്ടണം അല്ലേ? കാരണം എന്താണ്? അല്ലാഹുവാണ് ചോദിക്കാൻ പറയുന്നത്. ആരോടാ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അത് സംഭവിച്ചേ പറ്റുള്ളൂ. ഇവിടെ വെച്ചാണ് ചോദിച്ചത്. മസ്ജിദുൽ അഖ്സയില് പ്രവാചകന്മാര് മുഴുവനും ഒരുമിച്ച് കൂടിയപ്പോ അല്ലാഹു ചോദിക്കാൻ പറഞ്ഞ കാര്യം മുഹമ്മദ് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അവര് ചോദിച്ചു, പ്രവാചകന്മാരെ, അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ, നിങ്ങളോട് ആരോടെങ്കിലും അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ? അവര് പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരൊറ്റ ശബ്ദത്തോടെ പ്രവാചകന്മാര് മുഴുവനും പറഞ്ഞു, ഞങ്ങളോടെല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഏകനാണെന്നേ കൽപ്പിച്ചിട്ടുള്ളൂ. താങ്കൾ അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണെന്നും മുഹമ്മദേ അല്ലാഹു ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നടങ്കം സാക്ഷ്യം വഹിക്കുന്നു, അല്ലാഹു ഏകനാണ്. നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക ഖാതമുൻ നബിയ്യുല്ലാഹ്, താങ്കൾ അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണെന്നും ഞങ്ങളുടെ നേതാവാണെന്നും ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ സലാം ചൊല്ലി പിരിയാണ്. പിന്നീട് എവിടേക്കാ അല്ലാഹുവിന്റെ റസൂൽ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് പോകുന്നത് അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്കാണ്. അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്കാണ് പോകുന്നത്. അതിനെയാണ് നാം ഇസ്രാ എന്ന് വിളിക്കുന്നത്. ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ പുറത്ത് കയറി അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനപ്പുറത്ത് കയറി യാത്ര തുടരുകയാണ്. ഓരോ ആകാശങ്ങൾ പിന്നിട്ടു. അവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് നാം കടന്നു പോകുകയാണ്. ഒന്നാം ആകാശത്ത് ചെന്നപ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. പിന്നീട് ആകാശങ്ങളിൽ ഓരോന്നായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ പ്രമുഖന്മാരായ പ്രവാചകന്മാരെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. അവരോട് സംസാരിച്ചു. പിന്നെ വീണ്ടും കടന്നുപോയി സിദ്റത്തുൽ മുൻതഹയിൽ എത്തിയപ്പോ എവിടെയാണ് എത്തി നിൽക്കുന്നത്? 7 ആകാശം കഴിഞ്ഞു. അതിന്റെ അപ്പുറമുള്ള അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ ലോകങ്ങൾ കഴിഞ്ഞു. സിദ്റത്തുൽ മുൻതഹയിൽ എത്തി. നാം അത്ഭുതപ്പെടണം ഇത് കേൾക്കുമ്പോ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശങ്ങൾ പിന്നിട്ട്
സിദ്റത്തുൽ മുൻതഹയിൽ എത്തി നിൽക്കുകയാണ്. എവിടെയാണ് ഈ 7 ആകാശങ്ങൾ? എവിടെയാണ് ഈ 7 ആകാശങ്ങൾ? അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിച്ചൊരു ഹദീസ് മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി ഫിൽ ബത്ഹ. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു ഭ്രാന്ത പ്രദേശത്ത്, ഗ്രാമപ്രദേശത്ത് ഇരിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഒരു മേഘം ഇങ്ങനെ കടന്നുപോയപ്പോ, അതദറൂന മാ ഹാദാ, സഹാബത്തെ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖുൽനാ അസ്സഹാബ്, അത് മേഘമാണ് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാൽ വൽ മുസ്ൻ, മുസ്ൻ എന്നും അതിന് നിങ്ങൾ പറയാറില്ലേ? ഖുൽനാ വൽ മുസ്ൻ, മുസ്ൻ എന്നും പറയാറുണ്ട്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ വൽ മആൻ, മആൻ എന്നും പറയാറുണ്ടോ? സകത്ന, ഞങ്ങൾ മിണ്ടാതിരുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഹൽ തദ്റൂൻ മാ ബൈന അസ്സമാഇ വൽ അർദ്, ഈ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ എത്ര ദൈർഘ്യമുണ്ട് എന്ന് സഹാബത്തെ നിങ്ങൾക്കറിയുമോ? ഖുൽനാ അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹുവിനും റസൂലിനും മാത്രമേ അറിയുകയുള്ളൂ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്ദൂഖ് ഹബീബുൽ മഹ്ബൂബ് അല്ലദീ ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ, അവർ പറയുന്നത് അജ്ഞാതമായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, അദൃശ്യമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 500 സന, 500 വർഷത്തെ യാത്രാ ദൈർഘ്യമുണ്ട്. 500 വർഷത്തെ, ക്ഷമിക്കണം, മസീറത്തു 500 സന, അതെ, മസീറത്തു 500 സന, 500 വർഷത്തെ യാത്രാ ദൂരമുണ്ട് ഈ ഭൂമിക്കും ഈ കാണുന്ന ഒന്നാം ആകാശത്തിന്റെയും ഇടയിൽ. എന്നിട്ട് ആ ഹദീസിൽ പറയുന്നു, ഇങ്ങനെ 7 ആകാശങ്ങൾക്കുമിടയിൽ മസീറത്തു 500 സന. അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഒരു ബഹറുണ്ട്, അതിന്റെ മുകളിലെയും ദൈർഘ്യം മസീറത്തു 500 സന. അത് മാത്രവുമല്ല, ഓരോ ആകാശത്തിന്റെയും തിക്നെസ് മസീറത്തു 500 സന, 500 വർഷത്തെ യാത്രാ ദൂരമാണ്. സുബ്ഹാനല്ലാഹ്, എവിടെയാണ് അല്ലാഹുവിന്റെ ലോകം? മോഡേൺ സയൻസ് പറയുന്നത്, ആധുനിക ശാസ്ത്രം പറയുന്നത്, ഇന്ന് ലോകത്ത് എറൗണ്ട് 3000 കോടി ഗാലക്സികൾ ഉണ്ടെന്നാണ്. ഇന്ന് ലോകത്ത് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടതനുസരിച്ച് മോഡേൺ സയൻസ് പറയുന്നത് 3000 കോടി ഗാലക്സികൾ ലോകത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഒരു ഗാലക്സിയുടെ നക്ഷത്രങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത്രമാത്രമാണ് ഒരു ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം. എത്രയാണ് അല്ലാഹുവിന്റെ ഈ ലോകത്തിന്റെ വലുപ്പം! നമ്മുടെ ഈ ഭൂമി, നാം ജീവിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സാധനമാണ്. ഇതിനെ ഒരു പ്രാവശ്യം ചുറ്റാൻ പ്രകാശത്തിന് വേണ്ട സമയം 1 സെക്കൻഡിന്റെ 1/7 അംശമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. എങ്കിൽ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട 3000 കോടി ഗാലക്സികളെ ഒന്ന് ചുറ്റാനുള്ള സമയം അവർ പറയുന്നത് 10 കോടി വർഷമാണ് പറയുന്നത്. 10 കോടി വർഷം പ്രകാശം ചുറ്റാൻ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, അല്ലാഹുവിന്റെ ഈ ലോകം, ഈ പ്രപഞ്ചം, ഈ അണ്ഡകടാഹം എവിടെയാണ് എന്റെ സഹോദരന്മാര്? എത്രമാത്രം വലുപ്പമാണിതിന്! എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി കൊണ്ടല്ല, നിങ്ങൾ ആരും മനസ്സിലാക്കരുത് ഒരു രാത്രി കൊണ്ടുപോയി എന്ന്. ഒരു രാത്രി കൊണ്ടല്ല,
ഒരു രാത്രിയുടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ടൈം പറയണല്ലോ, അതിനു വേണ്ടിയാണ് ഈ ടൈം പറയുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് സമയമില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. ഇത് അള്ളാഹുവാണ്. കുൻ ഫയകൂൻ, സംഭവിച്ചു കഴിഞ്ഞു. സിദ്റത്തുൽ മുൻതഹയിലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഇനി അങ്ങോട്ട് പോരാൻ എനിക്ക് ധൈര്യമില്ല, എനിക്ക് പെർമിറ്റില്ല, എനിക്ക് അനുവാദമില്ല, താങ്കൾ പോയിക്കൊള്ളണം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, ഒരു കൂട്ടുകാരനെ ഉപേക്ഷിച്ചു പോകേണ്ട സമയമാണോ ഇത് ജിബ്രീലേ? ഒരു കൂട്ടുകാരൻ, ഒരു ഖലീൽ മറ്റൊരു ഖലീലിനെ ഉപേക്ഷിച്ചു പോകേണ്ട സ്ഥലമാണോ ജിബ്രീലേ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകും ജിബ്രീലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിനായുടെ മുത്തുമകൻ, ഇന്ന് ജീവിക്കുന്ന 100 കോടി മുസൽമാന്മാരുടെ നായകൻ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, ജിബ്രീലേ, ആദൽ മഖാം, ഒരു ഖലീൽ മറ്റൊരു ഖലീലിനെ ഉപേക്ഷിച്ചു പോരേണ്ട സമയമാണോ? അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹത്തോടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, താങ്കൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പക്ഷേ ഞാനെങ്ങാനും ഒരു അടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ നൂറാനിയത്ത് കൊണ്ട് ജിബ്രീൽ കരിഞ്ഞു പോകും മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് തന്റെ അഷ്ഷാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇസ്രാഇന്റെ രാത്രിയിൽ ബുറാഖിനെ കൊണ്ടുവരപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിന് താഴ്ന്നു കൊടുക്കാൻ പറഞ്ഞു, അതിന്റെ പുറത്ത് കയറാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ബുറാഖ് സ്വല്പം ഒരു അഹങ്കാരത്തോടെ ഇങ്ങനെ നിന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖിനോട് ചോദിച്ചു, ബുറാഖെ, ഇതാരെന്ന് നിനക്കറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് എനിക്കറിയില്ല. ബുറാഖ് മറുപടി പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തി. മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നു, ഈ സമയത്ത് ബുറാഖ് പരിചയപ്പെടുത്തപ്പെട്ടപ്പോ ബുറാഖ് വിറക്കാൻ തുടങ്ങി, പേടിച്ചുകൊണ്ട് വിയർത്തൊലിക്കാനും തുടങ്ങി. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാക്ഷാൽ ജിബ്രീൽ പോലും പറഞ്ഞിട്ടുണ്ട്, സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആരാണ് ജിബ്രീൽ? അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖറബായ മലക്കാണ്. ആ ജിബ്രീൽ പോലും പറഞ്ഞു അലൈഹിസ്സലാത്തു വസ്സലാം, റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്റെ ആഖിബത്തിനെ കുറിച്ച് പേടിയായിരുന്നു. എന്റെ സഹോദരിമാർ കേൾക്കുന്നുണ്ടോ? സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എനിക്ക് എന്റെ ആഖിബത്തിനെ കുറിച്ച് പേടിയായിരുന്നു. അപ്പോഴാണ് ഖുർആൻ അവതരിച്ചത്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദി ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. ഖുർആൻ അവതരിച്ചു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഈ ഖുർആൻ നമ്മുടെ ഇഷ്ടപ്പെട്ട, നമ്മുടെ പ്രിയങ്കരനായ ജിബ്രീലിന്റെ വാക്കുകളാണ്, ബഹുമാനനായ ജിബ്രീലിന്റെ വാക്കുകളാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദി ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ. അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളാണ് ജിബ്രീൽ. മുതാഇൻ സമ്മ അമീൻ. അല്ലാഹുവിന്റെ അടുക്കൽ വിശ്വസ്തനാണ് ജിബ്രീൽ എന്ന ആയത്ത് കേട്ടപ്പോഴാണ് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് എന്റെ ആഖിബത്തിനെ കുറിച്ച് പേടിപ്പോയത്. സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീലിനെക്കാളും എത്രയോ ഉന്നതനായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി. ഇതായിരുന്നു പ്രവാചകൻ. ഇവിടെ പ്രധാനപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീർഘമായ യാത്രയിൽ 3 ഘട്ടങ്ങളായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഒന്നാമത്തെ യാത്ര മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ആ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂൽ മനുഷ്യനായിരുന്നു, സാധാരണ മനുഷ്യന്റെ സ്റ്റേജിലായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله
ലിനുരിയഹു മിൻ ആയാതിനാ ലിനുരിയഹു മിൻ ആയാതിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് നാം കൊണ്ടുപോയത്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യനായതുകൊണ്ട് ചില അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ സാധിക്കില്ല. അപ്പൊ അല്ലാഹു കാണിച്ചു കൊടുക്കുക ചെയ്തത്. കാരണം എന്താണ്? മനുഷ്യന്റെ സ്റ്റേജിലായിരുന്നു. പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് സിദ്റത്തുൽ മുൻതഹ വരെയുള്ള യാത്രകളിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കുകളുടെ സ്റ്റേജിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു. അതുകൊണ്ടാണല്ലോ മരിച്ചുപോയ പ്രവാചകന്മാരെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടു, സംസാരിച്ചു, അവരോട് കാര്യങ്ങൾ തിരക്കി. അത് കഴിഞ്ഞ് പിന്നെ സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞപ്പോ മലക്കുകൾക്ക് പോലും, മലക്കുകളുടെ രാജാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട അല്ലാഹുവിന്റെ പ്രത്യേകമായ ഏരിയയിലേക്ക് പോകുമ്പോ മലക്കുകളെക്കാളും ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർത്തപ്പെട്ടിരുന്നു. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഖുർആൻ ആ സംഭവം വിവരിക്കുകയാണ്. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى أفتمارونه على ما يرى. ഈ അഫതുമാറൂനഹു അലാ മാ യറാ എന്ന് ഖുർആൻ പറയുന്നത് സിദ്റത്തുൽ മുൻതഹയുടെ അവിടെയുള്ള സംഭവങ്ങളെ കുറിച്ചാണ്. അഫതുമാറൂനഹു അലാ മാ യറാ ഇവിടെ ഖുർആൻ പ്രയോഗിച്ചത് യറ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വമേധയാ കണ്ടു എന്നാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സ്വമേധയാ കണ്ടു എന്നാ പറയുന്നത്. അവിടെ അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു സ്റ്റേജിലായിരുന്നു. ആദ്യം പറഞ്ഞത് ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചിരുന്നു. വലമ്മാ ജാഅ ലിമീഖാതിനാ എന്ന് പറഞ്ഞ ആയത്തിൽ ഖുർആൻ പറയുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹുവേ ഒന്ന് കാണിച്ചു തരൂ. റബ്ബി അരിനി അൻദുർ ഇലൈക്, ഞാൻ നിന്നെ ഒന്ന് നോക്കിക്കോട്ടെ റബ്ബേ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കാണ് അല്ലാഹുവിനോട്, റബ്ബി അരിനി, അല്ലാഹുവേ ഒന്ന് കാണിച്ചു താ, അല്ലാഹുവേ ഒന്ന് കാണിച്ചു താ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയാം അദ്ദേഹം ഒരു മനുഷ്യൻ എന്ന നിലക്ക് സാധാരണഗതിയിൽ കാണാൻ സാധ്യമല്ല. അല്ലാഹുവിനെ കാണാൻ, അല്ലാഹുവിന്റെ ജലാലിയത്തിനെ കാണാൻ സാധ്യമല്ലെന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയാം. അതുകൊണ്ടാണ് അത്രേ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത്. മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നു, റബ്ബി അരിനി, അല്ലാഹുവേ നിന്നെ ഒന്ന് കാണിച്ചു താ റബ്ബേ, അൻദുർ ഇലൈക്, എന്നിട്ട് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ലൻ തറാനി, അല്ലാഹു പറയാണ് മൂസ, നിങ്ങൾക്ക് ഇതുപോലെ ഈ നാച്ചുറൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല. ലൻ തറാനി, പക്ഷേ അല്ലാഹു പറഞ്ഞു വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, ആ പർവ്വതത്തിലേക്ക്, തൂരി സൈനയിലേക്ക് നോക്കിക്കൊള്ളൂ. അത് അവിടെ സ്ഥിരമായി നിന്നാൽ താങ്കൾക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അത് പൊളിഞ്ഞ് തരിപ്പണമായി പോയി. അല്ലാഹു പ്രത്യക്ഷപ്പെട്ടപ്പോ അതിനുള്ള പവർ ഈ പർവ്വതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് സംഭവിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ സാക്ഷാൽ ജലാലിയത്തിനെ, അല്ലാഹുവിന്റെ സാക്ഷാൽ ജലാലിയത്തിനെ ഒരാൾക്ക് കാണാൻ സാധ്യമല്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അബ്ദുൽ സാഹിബ് ചേലേരി ഇങ്ങോട്ട് വരണം. ഇവര് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നാം പറയുന്നത്. അല്ലാഹുവിന്റെ ജലാലിയത്തിനെ, സാക്ഷാൽ ജലാലിയത്തിനെ കാണാൻ കഴിയൂല എന്ന് അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞിട്ടില്ല. മൂസാ നബി ചോദിച്ചു, റബ്ബി അരിനി അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ ഒന്ന് കാണിച്ചു താ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. അല്ലാഹു എന്താ പറഞ്ഞത്? ലൻ തറാനി, താങ്കൾക്ക് ഈ നാച്ചുറൽ എന്നെ കാണാൻ സാധ്യമല്ല.
അള്ളാഹു മറുപടി എങ്ങനെ പറഞ്ഞില്ല? ലൻ ഉറ, ഞാൻ കാണപ്പെടില്ല, എന്നെ ആർക്കും കാണാൻ സാധ്യമല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്നെ ആർക്കും കാണാൻ സാധ്യമല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ലൻ ഉറ, ഞാൻ കാണപ്പെടുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു എന്താ പറഞ്ഞത്? ലൻ തറാനി, ഈ നാച്ചുറൽ താങ്കൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല. പക്ഷേ വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, പർവ്വതത്തിലേക്ക് നോക്കൂ. ഫഇസ്തഖറ മകാന, ആ പർവ്വതം സ്ഥിരപ്പെടുകയാണെങ്കിൽ താങ്കൾക്ക് കാണാം. പക്ഷേ സംഭവിച്ചില്ല. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, ഒരാൾക്കും ഒരു മനുഷ്യനും അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഖുർആൻ പറയുന്നു, ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങൾ കണ്ടു. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ജിബ്രീലിനെ 2 പ്രാവശ്യം കണ്ടു എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും ചില മുഫസ്സിരീങ്ങൾ ചോദിച്ച പോലെ ഞാനൊന്ന് ചോദിച്ചോട്ടെ വിനയത്തോടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായിരുന്നു. അതിനപ്പുറം ഒരുപാട് ലോകങ്ങൾ കടന്നുപോയപ്പോൾ ഉണ്ടായിരുന്നു. സിദ്റത്തുൽ മുൻതഹ വരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി അവർ ചോദിച്ചത്, ഇനി അങ്ങോട്ട് താങ്കൾ പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ജിബ്രീലിനോട് ചോദിച്ചത്, ജിബ്രീലേ, ഒരു ഖലീൽ, ഒരു കൂട്ടുകാരനെ ഇട്ടേച്ചു പോകേണ്ട സമയമാണോ ഇത്? ഇട്ടേച്ചു പോകേണ്ട, യാത്ര പറഞ്ഞ് പിരിയേണ്ട സ്ഥലമാണോ ജിബ്രീലേ ഇത് എന്ന അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാൻ കാരണം അതാണ്. അതുവരെ 2 പേരും ഒപ്പം കൂട്ടുകാരെ പോലെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഖുർആനി പറയുന്നത്? പിന്നെ അടുത്തു വന്നു. അത് ജിബ്രീലാവണമെന്നില്ല. ثم دنا فتدلى فكان قاب قوسين أو أدنى. ഒരു അമ്പും വില്ലുമുള്ള ഈ സാധനം വില്ലിങ്ങനെ അടുത്തു വരുന്ന പോലെ, അമ്പ് വലിക്കുമ്പോ വില്ലിങ്ങനെ അടുത്തു വരുന്ന പോലെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എന്തോ ഇങ്ങനെ അടുത്തു വന്നു. ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى എന്തൊക്കെയാണോ വഹി കൊടുക്കേണ്ടത്, എന്തൊക്കെയാണോ സംസാരിക്കേണ്ടത്, അതൊക്കെ അത് സംസാരിച്ചു. إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി സിദ്റത്തുൽ മുൻതഹയെ അള്ളാഹു ഉദ്ദേശിച്ചതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞപ്പോ, മൂടിയപ്പോ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസറു വമാ തഗാ. നിങ്ങളുടെ കൂട്ടുകാരന്റെ കണ്ണ് പിഴച്ചു പോയിട്ടില്ല, നിങ്ങളുടെ കൂട്ടുകാരൻ അറിഞ്ഞുകൊണ്ട് വഴി പിഴച്ചു പോയിട്ടുമില്ല. മാ സാഗൽ ബസറു വമാ തഗാ അള്ളാഹുവിന്റെ അത്ഭുതകരമായ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ റസൂല് കണ്ടു. പണ്ഡിതന്മാർ ഉള്ള സദസ്സാണിത്. അവർക്ക് കൂടുതൽ മനസ്സിലാകും. എങ്കിലും ഉത്ബുദ്ധരാണ് നിങ്ങൾ, മനസ്സിലാക്കണം. ഖുർആൻ ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു.
മിൻ ആയാതി റബ്ബിഹിൽ കുബറ. അൽ കുബറ എന്നത് അൽ ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ എന്നതിന് അഡ്ജക്റ്റീവായിട്ടാണ്, വിശേഷണമായിട്ടാണ് ഖുർആൻ ഇവിടെ പറയുന്നത് എന്നാണ് ഒരു വിഭാഗം മുഫസ്സിരിങ്ങൾ പറയുന്നത്. എങ്കിൽ മറ്റൊരു വിഭാഗം മുഫസ്സിരിങ്ങൾ പറയുന്നു അല്ല, ലഖദ് റആ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു അൽ കുബറ, ഏറ്റവും വലിയതിനെ, അൽ ആയത്തുൽ കുബറ, the biggest sign of God, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തത്തെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ഏതാണ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം? അൽ ആയത്തുൽ കുബറ. അത് അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ നൂറാനിയത്തായിരിക്കണം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ജലാലിയത്തായിരിക്കണം. ലഖദ് റആ അൽ ആയത്തുൽ കുബറ മിൻ ആയാതി റബ്ബിഹി. അല്ലാഹു അക്ബർ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൽ സാക്ഷ്യം വഹിച്ചതാണിത്. ആരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അവരോട് കൂടെ അല്ലാഹു നാളെ സ്വർഗ്ഗലോകത്ത് നമ്മെയും നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പണ്ഡിതന്മാർ, മഹത്തുക്കൾ, നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരെയും അല്ലാഹു നാളെ സ്വർഗ്ഗലോകത്ത് സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തുള്ള സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് പ്രഗത്ഭമായ ബഹുമാനപ്പെട്ട ഉദവിയുടെ പ്രസംഗം എനിക്കൊരു ഉത്തരം തന്നിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ബിഗ് ബാങ് തിയറി വെച്ചുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ ഭൗതിക പണ്ഡിതന്മാർ ഒരു ക്ലാസ് എടുത്ത ചരിത്രം കഴിഞ്ഞ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ റൺ ചെയ്തിരുന്നു. അതില് ആ കുട്ടികളെ അധ്യാപകൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ സിഫത്തിനെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു എന്താണെന്ന് ഹിന്ദു ഫിലോസഫി പ്രകാരം അത് കണ്ണുകൊണ്ട് കാണില്ല, അല്ലെങ്കിൽ അത് ദർശിക്കാൻ കഴിയില്ല, വ്യാപകമായി കിടക്കുന്നത്. ഞാൻ ചുരുക്കി പറയുകയാണ്, അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അഭൗതിക പണ്ഡിതൻ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചനാഥൻ സീറോ എന്നാണ്, വട്ടപൂജ്യം എന്നാണ്. ഇന്നത്തെ ഈ പ്രസംഗത്തിൽ വളരെ വ്യക്തമായ തെളിവുകളോട്, എല്ലാ തെളിവുകളോടും കൂടെ ബഹുമാനപ്പെട്ട ഉദവി നമ്മൾക്ക് മറുപടി തന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചനാഥനെ സൃഷ്ടിച്ചു എന്ന് ഈ ഒരു ഉത്തരം കുറെ കാലങ്ങളായി ഞാൻ അന്വേഷിച്ചിരുന്നത്. വ്യക്തമായി അതിന്റെ ദൃഷ്ടാന്തങ്ങളോടും ഭൗതികമായ തെളിവുകളോടും കൂടെ അദ്ദേഹം ഇവിടെ വിവരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്.